2027 ജൂണോടെ ജർമ്മനിയിലേക്ക് ഇന്ധന കയറ്റുമതി നടത്തുവാനായി ഗ്രീൻ അമോണിയ ഊർജ്ജ പദ്ധതി ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ ഒരുങ്ങുന്നു. 1.5 ദശലക്ഷം ഉൽപാദനക്ഷമതയുള്ള പ്ലാന്റിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഗ്രീൻ അമോണിയ ഉൽപാദന കേന്ദ്രമാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. 2.3 ജിഗാവാട്ടാണ് ഈ പ്ലാന്റിന്റെ വിൻഡ് ആൻഡ് സോളാർ കപ്പാസിറ്റി. ഗ്രീൻ അമോണിയ പദ്ധതി ഭാവിയിലെ ഇന്ധനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. പരമ്പരാഗതമായി എണ്ണ കിണറുകളായിരുന്നു ഊർജത്തിനാവശ്യമായ സ്രോതസ്സെങ്കിൽ ഇവിടെ വായുവും വെള്ളവും സൂര്യപ്രകാശവും ഉപയോഗിച്ച് ഗ്രീൻ അമോണിയ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ പോലെ മലിനീകരണമില്ലാതെ ഇന്ധനം ഉപയോഗിക്കാവുന്നതാണ് ഗ്രീൻ അമോണിയയുടെ പ്രത്യേകത. എന്നാൽ ഹൈഡ്രജൻ ഫ്യൂവലിനേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ അളവ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇതിന് കഴിയും. അമോണിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേരുന്ന ഒരു സംയുക്തമാണ് അമോണിയ. നേരത്തെ അമോണിയ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ആണ്. എന്നാൽ ഗ്രീൻ അമോണിയയുടെ പ്രത്യേകത വായുവിലുള്ള നൈട്രജനെ സോളാർ എനർജിയുടെ സഹായത്തോടെ വേർതിരിക്കുകയും വെള്ളത്തിൽ നിന്ന് വൈദ്യുതിയുടെ സഹായത്തോടെ ഹൈഡ്രജനെ വേർതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കാർബൺ എമിഷനോ മലിനീകരണമോ ഉണ്ടാകുന്നില്ല. അമോണിയ നേരത്തെ ഉപയോഗിച്ചിരുന്നത് വളങ്ങളുടെ നിർമ്മാണത്തിലും റെഫ്രിജറേറ്ററുകളിലും വ്യവസായശാലകളിലും കെമിക്കലുകളിലുമാണ്. എന്നാൽ ഇപ്പോൾ അമോണിയ ഒരു ഇന്ധനമായി ഉപയോഗിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. അമോണിയ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഞ്ചിനുകളുടെ ഉൽപാദനം വ്യാപകം ആകണമെന്നേ ഉള്ളൂ. അമോണിയ ഉപയോഗിച്ച് എഞ്ചിനുകൾ പ്രവർത്തിക്കുവാൻ കഴിയും. പവർ പ്ലാന്റുകളിൽ അമോണിയ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. അതേപോലെ അമോണിയ ഫ്യൂവൽ സെല്ലുകളാക്കി മാറ്റുവാനും കഴിയും. കപ്പലുകളിൽ മറൈൻ ഫ്യൂവലായി ഉപയോഗിക്കുവാനും ട്രക്കുകളുടെ ഇന്ധനമായി ഉപയോഗിക്കുവാനും കഴിയും. സാധാരണ അമോണിയയുടെ ഉൽപാദനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രീൻ അമോണിയയുടെ റിസോഴ്സ് കാറ്റും സൂര്യപ്രകാശവും വെള്ളവുമാണ്. അതുകൊണ്ട് സീറോ കാർബൺ എമിഷൻ ആണ് ഇതിനുള്ളത്. ഹൈഡ്രജനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യുവാനും ട്രാൻസ്പോർട്ട് ചെയ്യുവാനും കഴിയും. നിലവിൽ വാഹനങ്ങളിലും മറ്റ് ഊർജ്ജ ആവശ്യ മേഖലകളിലും നിലവിലുള്ള സൗകര്യത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി ഗ്രീൻ അമോണിയ ഇന്ധനമായി ഉപയോഗിക്കുവാൻ കഴിയും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് എണ്ണ ഇറക്കുമതിയുള്ള ആശ്രയം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ ഈ ഗ്രീൻ അമോണിയയുടെ ഉൽപാദനം കൊണ്ട് സാധിക്കും. ഗ്രീൻ അമോണിയയുടെ നിർമ്മാണം വിശദീകരിക്കുമ്പോൾ ഇലക്ട്രോലൈസിസ് പ്രക്രിയയിലൂടെ വെള്ളത്തിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വേർതിരിക്കും. വായുവിൽ നിന്ന് നൈട്രജനെ വേർതിരിച്ചെടുത്ത് ഹൈബർ ബോഷ് പ്രക്രിയയിലൂടെ ഹൈഡ്രജനെയും നൈട്രജനെയും കൂട്ടിച്ചേർക്കും. ഇന്ത്യയിൽ ഗ്രീൻ നൈട്രജൻ പദ്ധതിക്ക് നിക്ഷേപിക്കുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് റിലയൻസ്, അദാനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, NTPC ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ്. ആന്ധ്രയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് AM ഗ്രീൻ എന്ന കമ്പനിക്ക് കീഴിലാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഒഡീഷ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഗ്രീൻ അമോണിയ പദ്ധതിക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയെ ഗ്രീൻ അമോണിയയുടെയും ഹൈഡ്രജൻ ഫ്യൂവലിന്റെയും ആഗോള ഹബ്ബാക്കി മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് ടൺസ് ഗ്രീൻ അമോണിയ യൂറോപ്പിലേക്കും ചൈനയിലേക്കും കൊറിയയിലേക്കും കയറ്റുമതി ചെയ്യുവാനാകും. ഒപ്പം ഇന്ത്യക്കും ഊർജ്ജ ആവശ്യത്തിനായി ഉപയോഗിക്കുവാനും വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുവാനും കഴിയും. ഇപ്പോൾ ഗ്രീൻ അമോണിയ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 1 കിലോയുടെ ഏകദേശ വില വരുന്നത് 50 രൂപ മുതൽ 55 രൂപ വരെയാണ്. എന്നാൽ ഭാവിയിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതോടെ വില കുറയും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് കൽക്കരിയായിരുന്നു. എന്നാൽ കൽക്കരി ഉണ്ടാക്കുന്ന മലിനീകരണം വളരെ വലുതാണ്. അവിടെയാണ് ഗ്രീൻ അമോണിയ സ്ഥാനം പിടിക്കുവാനായി പോകുന്നത്. നിലവിൽ ജപ്പാനിലേക്കും ജർമ്മനിയിലേക്കും ഗ്രീൻ അമോണിയ കയറ്റുമതി ചെയ്യാനുള്ള കരാറിലാണ് ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത്.